എങ്ങനെയായിരുന്നു നിങ്ങൾ 10 months കൊണ്ട് ജർമ്മൻ ഫ്ലുവൻ്റ് ആക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. B2 ലെവൽ ക്ലിയർ ചെയ്തല്ലോ, ഒബ്വിയസ്ലി ഫ്ലുവൻ്റ് ആയിരിക്കും. സോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്ത് ചലഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ നേരിട്ടുള്ളത്? സോ ബേസിക് തിങ് എന്ന് പറഞ്ഞത് ഇത് സ്പീക്ക് ചെയ്യാൻ തന്നെയാണ്. മറ്റേതുപോലെ തന്നെ ഇത് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമല്ലേ. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഭയങ്കര അല്ലെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ബെറ്റർ ആയാൽ മാത്രമേ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സ്പീക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് തിങ്. പിന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത് റീഡിങ്സ്. നമ്മൾ പറഞ്ഞ പോലെ പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാ വേർഡ്സും നമ്മൾ പുതിയതായിട്ട് തന്നെ പഠിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആർട്ടിക്കിൾസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേർഡിനും ഇപ്പോൾ ഓരോ ആർട്ടിക്കിൾസ് ആണ്. നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞ് പഠിക്കുന്ന പോലെ അല്ല. ജർമ്മൻ ഓരോ തിങ്സിനും ഓരോ ആർട്ടിക്കിൾസ് ആണ്. സോ അത് ഈ എഴുതുന്ന അനുസരിച്ച് നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് ഫേസ് ചെയ്തൊരു തിങ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മെയിൻ സ്പീക്കിങ്ങിൻ്റെ അകത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ തന്നെ ഉള്ളൊരു ആളെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചാൽ മലയാളിയായിട്ട് അവിടെ നഴ്സിംഗ് പഠിക്കാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയെ കണ്ടുപിടിച്ച് പുള്ളിക്കാരത്തേക്ക് ടൈം വരുന്ന രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പുള്ളിക്കാരത്തോട് സംസാരിക്കായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ഓൺലൈനായിട്ടായിരുന്നു. അല്ല, ആ പുള്ളിക്കാരത്തെ വാട്സപ്പ് നമ്പർ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എനിക്ക് കിട്ടിയതായിരുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. പിന്നെ ആ ചേച്ചിയായിട്ട് കമ്പനി ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര നല്ലൊരു മനസ്സായിരുന്നു, വളരെ കൈൻഡ് ഹാർട്ടഡ് ആയതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ ഒരു 10 മിനിറ്റ് അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഈവെന്തോ ആ 10 മിനിറ്റ് അവിടെ നിന്ന് ഒരാൾ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് സ്പീക്കിംഗ് വളരെ നൈസായിട്ട് പോയി. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കുത്തിയിരുന്ന് ആർട്ടിക്കിൾ ഉൾപ്പെടെ വേർഡ്സ് ബൈഹാർട്ട് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്ത് ഈ ബൈഹാർട്ട് ചെയ്താൽ മാത്രം നമ്മളത് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു. പക്ഷേ ഒരു വേർഡ് എടുത്താൽ ഞാൻ ആ വേർഡ് വെച്ചൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. എന്തൊരു വേർഡ് എടുത്താലും ഞാൻ ആ വേർഡ് വെച്ച് ഇപ്പോൾ ഒരു വെർബ് പഠിച്ചാലും നൗൺ പഠിച്ചാലും ഞാൻ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടെ നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ലിസണിങ് എന്ന് പറയുമ്പോൾ അന്ന് ഇത്രയ്ക്കും ഫ്ലെക്സിബിൾ അല്ല ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാന്നുള്ളത്. സോ അന്ന് എവിടെ പോഡ്കാസ്റ്റ് കിട്ടും ഒന്നും എനിക്കറിയത്തില്ല. ആകപ്പാട് അറിയാവുന്ന 2-3 ഈ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ 2-3 സിനിമയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് കേൾക്കുമ്പോൾ. ജർമ്മൻ സിനിമാസ് ഈ ജർമ്മൻ ഇത് ചുമ്മാ ചെവി വെച്ച് കേട്ടോണ്ടിരിക്കും. ഇനി മനസ്സിലാത്തൊന്നുമില്ല. പക്ഷെ അത് കേട്ട് ഗ്രാജുവലി നമ്മൾ ഈ വേർഡ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കേട്ട് എൻ്റെ ആ ലിസണിങ് ഈ ഒരു ലേണിങ്ങിനെ പാസീവ് കൈൻഡ് ഓഫ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ആളുകൾ പോയിട്ട് കേട്ട് ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കും. അതെ. ഈ അറബ് കൺട്രീസിൽ പോയിട്ട് എഴുതാനൊന്നും അറിയില്ല, പക്ഷേ സ്പീക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ ലിസണിങ്ങിലാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ആ വേർഡ് മനസ്സിലാവണല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അത് വായിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം മനസ്സിലാവും. പക്ഷെ വേറൊരാളുടെ പ്രൊണൗൺസിയേഷൻ രീതി നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അത് പാസീവായിട്ട് കേൾക്കണം. മെയിനായിട്ട് ഞാനിപ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കിംഗ് ആയിരുന്നു. അതൊരു ചേച്ചി ഹെൽപ്പ് ചെയ്തു. റീഡിങ്ങിന് എന്ന് വെച്ചാൽ നമ്മളിത് ബൈഹാർട്ട് ചെയ്യുന്നതിലും ബെറ്റർ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. മാം വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് മാം ഈ ഒരു ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്തതെന്നുള്ളത്. സോ ഇത് നമുക്ക് മാമിനെ പോലെ നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ അവർക്ക് ഈ ഒരു ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് അതേപോലെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സ് എന്തായിരിക്കും സജസ്റ്റ് ചെയ്യാം? സോ നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം പീരീഡ് കംപ്ലീറ്റ്ലി നമ്മൾ അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് വേറൊരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഞാൻ പറയുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് ജർമ്മൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുകയോ ഒന്നുമില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ജർമ്മൻ മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റുഡൻസും ജർമ്മൻ പഠിക്കുന്നവരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. യെസ്, അങ്ങനെ അവിടെ ജർമ്മൻ മാത്രം എന്നുള്ളത്. യെസ്, നമ്മുടെ ഹോസ്റ്റലിൽ മൊത്തം ജർമ്മൻസ് എന്നല്ല നമ്മൾ പറഞ്ഞ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ല. പക്ഷെ നമ്മുടെ ഒരു 2 റൂമിൽ മൊത്തം ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം ഇൻട്രസ്റ്റ്. ആരെങ്കിലും ഒരാളിരുന്ന് പഠിക്കുന്ന കാണുമ്പോഴേക്കും നമുക്കൊരു ടെൻഷൻ വരും. ഈ ഒരു 10 മിനിറ്റെങ്കിലും പോയിരുന്നു പഠിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റ്. പിന്നെ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും ഈ പുറത്തുള്ളവർന്നല്ല നമ്മുടെ കൂടെ ഉള്ളവരുടെയും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത് നമുക്ക് കിട്ടും. പിന്നെ ബേസിക് നമ്മുടെ ക്ലാസ്സിൽ എന്താണോ ഒരു ദിവസം പഠിക്കുന്നത് അത് അന്ന് തന്നെ മാക്സിമം ക്ലിയർ ചെയ്യുക. അത് അന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക. അന്ന് തന്നെ വൊക്കാബ്സ് പഠിക്കുക. സോ അന്നാലും നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുക നമുക്ക് ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്യും. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടിയും കുറച്ചും കൂടെ അറിവുള്ളവരാണ്. അവരായിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ സ്പീക്കിംഗ് നമ്മൾ സ്പീക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പം ലിസണിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസീവായിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഡ്കാസ്റ്റ് കിട്ടും. ജർമ്മൻ സോങ്സ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ബേസിക് ഞാൻ വേറൊരു ജർമ്മൻ ബൈബിൾ വായിക്കുമായിരുന്നു. അത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇത് കാണാതെ അറിയാവുന്നവരുണ്ട്. അത് തന്നെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് നമുക്ക് കേൾക്കാനും പറ്റുന്ന രീതിയിൽ ബുക്സ് അവൈലബിൾ ആണ്. ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോസ് അവൈലബിൾ ആണ്. ഒന്നും ഇല്ലെങ്കിൽ ഒരു സീരീസ് എങ്കിലും എടുത്ത് കാണാം. ഇപ്പം ഡാർക്ക് ഒരു ഫിലിം അല്ല, ഒരു വെബ് സീരീസ് ആണ്, അതുപോലത്തെ സീരീസ്. അല്ലാതെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ളുണ്ട്, കോമിക് ആയിട്ടുള്ളുണ്ട്. ഇപ്പോൾ പല ജേർണലുള്ള സീരീസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സ് ഉള്ളവർക്ക് അങ്ങനെയും കാണാൻ പറ്റും. സോ മീൻസ് ഇത് കാണുന്നതിലുപരി നമ്മൾ ഈ കേൾക്കുമ്പോൾ കുറേ വൊക്കാബ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. വൊക്കാബ് കിട്ടുന്നതിനും കൂടുതൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ കിട്ടും. നമ്മൾ ഇപ്പൊ അതെ, ഈ സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് എന്ന് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് കണക്റ്റീവ്സ് യൂസ് ചെയ്യാനുണ്ട്. സോ നമ്മളിത് ഭയങ്കര സ്ട്രെസ് എടുത്ത് നമ്മൾ ഈ കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് വരുമ്പം നമുക്ക് ആ സിറ്റുവേഷനിൽ വരുന്ന നമുക്കിപ്പോൾ B2 പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അതിനെപ്പെട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ സെന്റൻസ് കൺസ്ട്രക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റും.